ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPC 171A എന്ന് പറഞ്ഞ നിയമത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് IPC 171A എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ടോറൽ റൈറ്റിനെ പറ്റി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അവകാശത്തിനെ പറ്റി പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171A എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പ് അവകാശം അല്ലെങ്കിൽ എന്താണ് ഇലക്ടോറൽ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഇലക്ഷനിൽ മത്സരിക്കാനോ മത്സരിക്കാതിരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു വോട്ടറിന് ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാനോ വോട്ട് ചെയ്യാതിരിക്കുവാനോ ഉള്ള ഒരു അവകാശമുണ്ട്. അത്തരത്തിലുള്ള അവകാശത്തിനെയാണ് നമ്മൾ ഇലക്ടോറൽ റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അവകാശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് അവകാശത്തിനെ പറ്റി പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171A എന്ന് പറഞ്ഞ നിയമം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171B എന്ന് പറഞ്ഞ നിയമം. IPC 171B എന്ന് പറഞ്ഞ നിയമം. ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലിപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു നിയമമാണ് IPC 171B എന്ന് പറഞ്ഞ നിയമം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ A എന്ന് പറഞ്ഞൊരു വ്യക്തിയും B എന്ന് പറഞ്ഞൊരു വ്യക്തിയും C എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ മത്സരിക്കുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ A എന്ന് പറഞ്ഞ വ്യക്തി B എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയുകയാണ്, നീ ഈ ഒരു മത്സരത്തിൽ നിന്ന് ഈ ഒരു ഇലക്ഷനിൽ നിന്ന് നോമിനേഷൻ പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് A എന്ന് പറഞ്ഞ വ്യക്തി പറയുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വാഗ്ദാനം കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി Bക്ക് 1 ലക്ഷം രൂപ നൽകി എന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171B എന്ന് പറഞ്ഞ നിയമം. IPC 171B എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പൊതുനയത്തിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പൊതു നടപടിയുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും വാഗ്ദാനം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഇലക്ഷൻ വയലേഷൻ അല്ല എന്ന് കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171C എന്ന് പറഞ്ഞ നിയമം. IPC 171C എന്ന് പറഞ്ഞ നിയമം. എന്താണ് IPC 171C എന്ന് പറഞ്ഞ നിയമത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്ന ഒരു നിയമമാണ് IPC 171C എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ ഒരിക്കൽ കൂടി, ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്ന നിയമമാണ് IPC 171C എന്ന് പറഞ്ഞ നിയമം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മണ്ഡലം ഇലക്ഷനിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ A എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറയുകയാണ്, നീ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും എന്ന് ആ A എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ ഒരു IPC 171C എന്ന് പറഞ്ഞ ഈ ഒരു നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ A എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, എയോട് ഞാൻ പറയുകയാണ്, നീ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഞാൻ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഞാൻ അടിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും ഈ ഒരു IPC 171C എന്ന് പറഞ്ഞ വകുപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വോട്ടറിനെ ഒരു മണ്ഡലത്തിലെ ഒരു വോട്ടറിനെ ഇതേപോലെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു IPC 171C എന്ന് പറഞ്ഞ വകുപ്പിലാണ് വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് IPC 171D എന്ന് പറഞ്ഞ വകുപ്പ്. IPC 171D എന്ന് പറഞ്ഞ നിയമം. IPC 171D എന്ന് പറഞ്ഞ നിയമത്തിൽ എന്തിനെയൊക്കെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ള വോട്ടിനെ പറ്റി ഇലക്ഷൻ്റെ ആൾമാറാട്ടത്തിനെ പറ്റി പരാമർശിക്കുന്ന ഒരു നിയമമാണ് IPC 171D എന്ന് പറഞ്ഞ നിയമം. അല്ലെങ്കിൽ പേഴ്സണേഷൻ അറ്റ് ഇലക്ഷൻ, അല്ലെങ്കിൽ ഇലക്ഷനിൽ നടത്തുന്ന ആൾമാറാട്ടം പോലെയുള്ള ക്രൈംസിനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171D എന്ന് പറഞ്ഞ നിയമം.
നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഗൾഫിൽ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോഴാണ് നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ എയുടെ കൂട്ടുകാരനായ ബി നാട്ടിലുണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞ വ്യക്തി പോളിംഗ് സ്റ്റേഷനിൽ ചെന്നിട്ട് എയുടെ കള്ള വോട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ ഒരു IPC 171D എന്ന് പറഞ്ഞ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ കള്ള വോട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒരു IPC 171D എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാജു എന്ന് പറഞ്ഞ ഒരു വ്യക്തി, നാട്ടിൽ രാജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലോകസഭ ഇലക്ഷൻ നടക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ രാജു എന്ന് പറഞ്ഞ വ്യക്തി എ എന്ന് പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തി. തൻ്റെ ആൾമാറാട്ടമൊന്നും നടത്തുന്നില്ല. രാജു എന്ന പേരിൽ തന്നെ എ എന്ന് പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞ് ബി എന്ന് പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിലും ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോവുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു എലക്ഷനാണ്. അതായത് ലോകസഭ എലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. എലക്ഷൻ എന്ന് പറയുന്നത് ഒന്നാണ്, വോട്ട് ചെയ്ത ആളും ഒന്നാണ്. പക്ഷേ വോട്ട് ചെയ്ത ആള് ചെയ്ത വോട്ട് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ ഒരാൾ ഇവിടെ 2 വോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ഒരു ക്രൈമാണ്, ഇതും ഒരു കുറ്റകൃത്യമാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും വരുന്ന ഒരു നിയമമാണ് IPC 171D എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വോട്ടറിന് വേണ്ടി ഒരു പ്രോക്സി എന്ന നിലയിൽ അധികാരമുള്ള ഒരാൾ ഒരു വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരത്തില്ല എന്നുകൂടി ഓർത്തിരിക്കണം. ഒരിക്കൽ കൂടി ഒരു വോട്ടറിന് വേണ്ടി പ്രോക്സി എന്ന നിലയിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരാൾ വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നില്ല എന്ന് ഓർക്കണം. മാത്രമല്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റല്ല എന്ന് കൂടി ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171E എന്ന് പറഞ്ഞ നിയമം. IPC 171E എന്ന് പറഞ്ഞ നിയമം എന്താണ്? IPC 171E എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൈക്കൂലിപരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷകളെ പറ്റി പരാമർശിക്കുന്ന ഒരു നിയമമാണ് IPC 171E എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ IPC 171E പ്രകാരം ഇലക്ഷനിൽ കൈക്കൂലിപരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തെ തടവ് കൊടുക്കും, അല്ലെങ്കിൽ ഫൈനായിട്ട് കൊടുക്കാറുണ്ട്. ഫൈൻ മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഫൈനും ഈ ഒരു തടവും ഒരുമിച്ചും കൊടുക്കാറുണ്ടെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് കോടതിയാണ് വിചാരണ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഇത്തരത്തിലുള്ള കേസുകൾ വിചാരണ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മിക്ക ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും കോഗ്നിസബിൾ ആണ് എന്ന് കൂടി ഓർത്തിരിക്കണം. മിക്ക ഇലക്ഷൻ കേസുകളും കൊഗ്നിസബിൾ അല്ല എന്ന് കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മിക്ക ഇലക്ഷൻ കേസുകളും ജാമ്യം കിട്ടുന്ന നിയമങ്ങളാണെന്ന് കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ IPC 171E എന്ന് പറഞ്ഞ നിയമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലിപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന IPC ആണ് IPC 171E എന്ന് പറഞ്ഞ നിയമം. അപ്പോൾ IPC 171E പ്രകാരം കൊടുക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തെ തടവ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൈന് മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ 2 കൂടെ ഒരുമിച്ചും കൊടുക്കാറുണ്ടെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, വിചാരണ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഏത് കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിചാരണ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മിക്ക ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും കൊഗ്നിസബിൾ അല്ല എന്ന് കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മിക്ക ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും പെട്ടെന്ന് ജാമ്യം കിട്ടാവുന്നതുമായിട്ടുള്ള കേസുകളാണെന്നും കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു IPC 171E എന്ന് പറഞ്ഞ നിയമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഇപ്പോൾ ഞാനൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നിരിക്കട്ടെ. ഞാൻ അവിടെയുള്ള വോട്ടർമാർക്ക് എനിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് കുറച്ച് മദ്യം കൊടുത്തു, കുറച്ച് ബിരിയാണി പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ഈ ഒരു IPC 171E എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിക്കകത്ത് വരും എന്ന് കൂടി ഓർത്തിരിക്കുക. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സൽക്കാരമാണ് നടത്തിയത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റാണ് എൻ്റെ വോട്ടർമാർക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഈ ഒരു നിയമപ്രകാരം തടവിലാക്കാനുള്ള വകുപ്പില്ല, തടവിൽ വെക്കാനുള്ള വകുപ്പില്ല. എന്നാൽ വേണമെങ്കിൽ എനിക്ക് ഫൈൻ അടിച്ചു തരുവാനുള്ള ഒരു വകുപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171E അല്ലെ F എന്ന് പറഞ്ഞ വകുപ്പ്. IPC 171F എന്ന് പറഞ്ഞ വകുപ്പ്. IPC 171F എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആൾമാറാട്ടം നടത്തുകയോ അല്ലെങ്കിൽ ഇലക്ഷനെ സ്വാധീനിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകളെ പറ്റി പരാമർശിക്കുന്ന ഒരു നിയമമാണ് IPC 171F എന്ന് പറഞ്ഞ നിയമം. ഈ ഒരു നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു നിയമം കൊഗ്നിസബിൾ ആണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നും കൊഗ്നിസബിൾ അല്ല എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ IPC 171E പറഞ്ഞ അതേ ശിക്ഷകളാണ് ഈ ഒരു IPC 171F ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171G എന്ന് പറഞ്ഞ നിയമം. IPC 171G എന്ന് പറഞ്ഞ നിയമം. ഈ IPC 171G എന്ന് പറഞ്ഞ നിയമത്തിൽ എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാൾസ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി പരാമർശിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്നെപ്പറ്റി ആരെങ്കിലും വ്യാജ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കേസുകളെ പറ്റിയിട്ടാണ് IPC 171Gക്കകത്ത് പരാമർശിക്കുന്നത്. അതായത് ഒരു സ്ഥാനാർത്ഥിയെ പറ്റി വ്യാജ പ്രചരണം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കുറ്റങ്ങളെ പറ്റിയിട്ടാണ് IPC 171Gക്കകത്ത് പ്രധാനമായിട്ട് പരാമർശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171H എന്ന് പറഞ്ഞ നിയമം. IPC 171H എന്ന് പറഞ്ഞ നിയമം. IPC 171H എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലീഗൽ പേയ്മെന്റിനെ പറ്റി പരാമർശിക്കുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുയോഗങ്ങൾ വയ്ക്കാറുണ്ട്. അതായത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇല്ലീഗലായിട്ടുള്ള പേയ്മെൻറ്റുകൾ പലപ്പോഴും നടത്താറുണ്ട്. അതായത് ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗം, സ്ഥാനാർത്ഥിയുടെ പരസ്യയോഗം, സ്ഥാനാർത്ഥിയുടെ സർക്കുലർ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ ഇല്ലീഗലായിട്ടുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു നിയമമാണ് IPC 171H എന്ന് പറഞ്ഞ നിയമം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് IPC 171I എന്ന് പറഞ്ഞ നിയമം. IPC 171I എന്ന് പറഞ്ഞ നിയമം. അതായത് ഇതിനകത്ത് എന്താ, ഈ IPC 171I എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെയിലിയർ ടു കീപ് എലക്ഷൻ അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഏതൊരു ഇലക്ഷനിൽ നിന്നാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ നമ്മൾ എത്ര എമൗണ്ട് ഇലക്ഷന് ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മൾ ഇലക്ഷൻ കമ്മീഷന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചില സ്ഥാനാർത്ഥികൾ വ്യക്തമായിട്ടുള്ള കണക്ക്, അവരുടെ ഇലക്ഷൻ ചെലവിൻ്റെ വ്യക്തമായിട്ടൊരു അക്കൗണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു കണക്ക് ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ് IPC 171Iക്കകത്ത് പരാമർശിക്കുന്നത്. ഈ IPC 171Iക്കകത്ത് പറയുന്ന ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 500 രൂപ ഫൈൻ മാത്രമേ ഈ ഒരു IPC 171Iക്കകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, IPC 171I എന്തിനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരു സ്ഥാനാർത്ഥി തൻ്റെ ഇലക്ഷൻ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തുവാൻ പരാജയപ്പെട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് IPC 171 ഐക്കകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ IPC 171 ഫൈൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 500 രൂപയാണ് എന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു IPC എന്ന് പറഞ്ഞ ഈ ഒരു മേഖലയ്ക്കകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളെ പറ്റിയിട്ടാണ്. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഇന്ത്യൻ പൗരന് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ഒരു ലോകസഭാ മെമ്പറിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആ ഒരു ഇന്ത്യൻ പൗരന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ യൂണിയൻ ഗവൺമെന്റിന്റെയോ ലോക്കൽ ഗവൺമെന്റിന്റെയോ കീഴിൽ ആദായകരമായിട്ടുള്ള ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു പ്രസിഡന്റ് ഇലക്ഷനിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് കൂടി ഓർത്തിരിക്കണം. അതേസമയം തന്നെ ഓർത്തിരിക്കുക, ഇപ്പോൾ നിലവിൽ പ്രസിഡന്റായി നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് നോമിനേഷൻ കൊടുക്കാൻ പറ്റും എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ആദായകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഇപ്പോൾ നിലവിൽ പ്രസിഡന്റായ ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിക്ക് വേണമെങ്കിലും പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ പറ്റുമെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പ്രസിഡന്റ് ഇലക്ഷന്റെ നോമിനേഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഇലക്ഷന്റെ നോമിനേഷൻ പ്രൊസീജിയറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1974 പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ റൂൾ പ്രകാരം നമ്മൾ ഫോം നമ്പർ 2 ഫില്ല് ചെയ്യണം. ഒരിക്കൽ കൂടി പ്രസിഡന്റ് ഇലക്ഷന്റെ നോമിനേഷൻ പ്രൊസീജിയറുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഇലക്ഷൻ നോമിനേഷൻ പ്രൊസീജിയറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1974 നിലവിൽ വന്ന പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ റൂൾ 1974 അനുസരിച്ച് ഫോം നമ്പർ 2 നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി ഈ ഒരു ഫോം നമ്പർ 2 ആർക്കൊക്കെയാണ് ഫില്ല് ചെയ്യാൻ യോഗ്യതയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ആളിന് വേണമെങ്കിലും ഈ ഒരു ഫോം നമ്പർ 2 ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പോസർമാർക്ക് ഈ ഒരു ഫോം നമ്പർ 2 ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡർമാർക്ക് ഈ ഒരു ഫോം നമ്പർ 2 ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊപ്പോസർമാർക്കും ഈ ഒരു സെക്കൻഡർമാർക്കൊക്കെ ഈ ഫോം നമ്പർ 2 ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് ഇലക്ഷനിൽ സെക്കൻഡർമാരും പ്രൊപ്പോസർമാരൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഇലക്ഷനിലെ ഇലക്ടോറൽ കോളേജിൽ പേരുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രൊപ്പോസർമാരായിട്ടും സെക്കൻഡർമാരായിട്ടും എടുക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം 50 പ്രൊപ്പോസർമാരുടെയും മിനിമം 50 സെക്കൻഡർമാരുടെയും സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കണം. അതായത് വേറെ ഒന്നുമല്ല, 50 പ്രൊപ്പോസർമാരുടെയും 50 സെക്കൻഡർമാരുടെയും 50 സെക്കൻഡർമാരും ഒപ്പിട്ട ഒരു ലിസ്റ്റ് കൂടി നമ്മൾ തയ്യാറാക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോം നമ്പർ 2 ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 പ്രൊപ്പോസർമാരും 50 സെക്കൻഡർമാരും ഒപ്പിട്ട ഒരു ലിസ്റ്റ് മിനിമം 50 പ്രൊപ്പോസർമാരും മിനിമം 50 സെക്കൻഡർമാരും ഒപ്പിട്ട ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. എന്നതിന് ശേഷം 11 മുതൽ 3 മണി വരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ ഈ രണ്ട് സാധനം, അതായത് ഈ ഒരു പ്രൊപ്പോസർമാരുടെ ഒപ്പും ഈ ഒരു പ്രസിഡന്റിന്റെ ഫോം നമ്പർ 2 കൂടെ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറണം.
ഇത് മാത്രം കൈമാറിയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ഇതിൻ്റെ കൂടെ നമ്മൾ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് കൂടെ കൈമാറണം. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഏതൊരു ഇലക്ഷനിൽ നിന്നാലും നമ്മൾ നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ്റിന് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കെട്ടിവെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രസിഡന്റ് ഇലക്ഷനിൽ നമ്മൾ എത്ര രൂപയാണ് കെട്ടിവെക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15,000 ആണ്. 15,000 ആണ് നമ്മൾ കെട്ടിവെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 15,000 റിസർവ് ബാങ്കിൽ നേരിട്ട് അടച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ട്രഷറിയിൽ അടച്ചതോ ആയിട്ടുള്ള ആ ഡെപ്പോസിറ്റ് റെസീപ്റ്റും കൂടെ കൊണ്ട് നമ്മുടെ ഈ ഒരു റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറണം. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന വ്യക്തി ഇലക്ടോറൽ റോളിൽ പേരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫൈഡ് കോപ്പിയും കൂടെ നമ്മൾ ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രസിഡന്റ് ഇലക്ടോറൽ കോളേജിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവർക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് പ്രസിഡന്റ് ഇലക്ടോറൽ കോളേജിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ അതാത് സംസ്ഥാനത്തിലെയും അതാത് യൂണിയൻ ടെറിട്ടറികളുടെയും MLA-മാർ, ഇത്രയും ആൾക്കാർ അടങ്ങുന്നതാണ് പ്രസിഡന്റിന്റെ ഇലക്ടറൽ കോളേജ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തിയെ മാത്രമേ നോമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമേ പ്രപ്പോസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ എന്ന് കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ലോകസഭ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിലല്ല പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന MLA-മാർക്കും MP-മാർക്കും വ്യത്യസ്ത പ്രൊപ്പോർഷനിലാണ് വോട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന MLA-മാർക്കും MP-മാരുടെയും വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വ്യത്യാസം വരും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരുടെ വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 700 നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ MLA-മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ MLA-മാരുടെ വോട്ടിൻ്റെയും വാല്യൂ വ്യത്യസ്തമാണ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MLA-മാർ ഏത് സംസ്ഥാനത്തിൽ നിന്നാണോ ജയിച്ചത് ആ സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ആ സംസ്ഥാനത്തിൽ എത്ര MLA-മാരുണ്ട് എന്ന് ചെയ്യണം. അതായത് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് MLA എന്നുള്ള ഇക്വേഷൻ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് ഓരോ MLA-മാരുടെയും വോട്ടിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാല്യൂ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു MLA-യുടെ വോട്ട് വാല്യൂ എന്ന് പറയുന്നത് 208 ആണ്. അതുപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലുള്ള ഒരു MLA-യുടെ വോട്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ അത് 175 ആണ്. അതുപോലെ തന്നെ നമ്മൾ അരുണാചൽ പ്രദേശിലുള്ള ഒരു MLA-യുടെ വോട്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ അത് 8 ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഇതിനകത്തുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ലോകസഭ ഇലക്ഷനിൽ പറഞ്ഞതുപോലെ വെറും കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം ഒരു വ്യക്തിക്ക് പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ല. കാരണം ഒരു നിശ്ചിത കോട്ട തികച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ ജയിക്കാൻ പറ്റൂ. അതായത് പ്രസിഡന്റ് ഇലക്ഷൻ നടന്നു എന്നിരിക്കട്ടെ, ഇലക്ഷൻ നടന്നതിൻ്റെ സാധുവായ വോട്ടിൻ്റെ 50% പ്ലസ് ഒരു വോട്ടും കൂടെ നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി പ്രസിഡന്റ് ഇലക്ഷൻ്റെ ഒരു ക്യാരക്ടർ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടുള്ള ഒരു സംവിധാനമാണ് പ്രസിഡന്റ് ഇലക്ഷൻ. അതുപോലെ തന്നെ സീക്രട്ട് ബാലറ്റ് ഉള്ള ഒരു ഇലക്ഷൻ രീതിയാണ് പ്രസിഡന്റ് ഇലക്ഷൻ ഉള്ളത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കുറച്ച് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ്. അതായത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54.
പ്രസിഡന്റ് ഇലക്ഷന്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഇലക്ഷന്റെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാലാവധിയെ പറ്റി അല്ലെങ്കിൽ ടേം ഓഫ് ഓഫീസിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷന്റെ റീ ഇലക്ഷന്റെ എലിജിബിലിറ്റീസിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻസിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58 എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ പ്രസിഡന്റ് ഇലക്ഷന്റെ പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സഭയിൽ പ്രസിഡന്റ് ഇംപീച്ച്മെന്റിന്റെ പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സഭ, അതായത് രാജ്യസഭയിലാണ് നമ്മളിപ്പോൾ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലോകസഭയിൽ ഈ ഒരു പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാകും. എന്നതിന് ശേഷം ഈ ഒരു കമ്മിറ്റി ഈ ഒരു ഇംപീച്ച്മെന്റിനെ പറ്റി പഠിക്കും എന്ന് കൂടി ഓർക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റിന് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്ന് ഒരു വക്കീലിനെ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അറ്റോർണി ജനറലിനെ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വാദിക്കാൻ സാധിക്കും എന്നുകൂടി ഓർത്തിരിക്കുക.